പൊട്ടറ്റോ ഫ്രൈ അഥവാ ഉരുളക്കിഴങ്ങ് പൊരിച്ചത് പണ്ട് മുതലേ നമ്മുടെയൊക്കെ ചുറ്റുപാത്രം അടക്കി ഭരിച്ചിരുന്ന റൈറ്റാണിത്. ഇന്നും വലിയ മാറ്റമൊന്നുമില്ല. പണ്ടൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ അമ്മ ഉരുളക്കിഴങ്ങ് നല്ലോണം പൊരിച്ച് ചോറ്റുപാത്രത്തിലാക്കി തരും. സ്കൂളിൽ കൊണ്ട് ആ ചോറ്റുപാത്രം തുറക്കുമ്പോൾ അതിനൊരു സ്മെല്ല് വരാനുണ്ട്. പിന്നെ അയിത്തെണ്ണ ചോറിക്കിറങ്ങി അകപ്പാടെ കൂട്ടിക്കുഴച്ച് വയ്ക്കാൻ നല്ല ടേസ്റ്റാണ്. പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, ഞാനൊക്കെ സ്കൂളിലും കോളേജിലും പോയത് ചോറ് ഞാനാണോ എന്ന്. ഇന്ന് രാവിലെ നേരത്തെ എണീറ്റ് ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെട്ടി വൃത്തിയാക്കി എൻ്റെ സ്പെഷ്യൽ മസാലകളൊക്കെ ചേർത്ത് പുരട്ടി ഞാനിത് പൊരിക്കാനിട്ട് വെക്കുകയാണ്. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ രാവിലെ എണീറ്റ എല്ലാ പണികളും അമ്മമാർ ചെയ്തിട്ടുണ്ടാവും. രാവിലത്തെ ചോറും ചായയും ഒക്കെ നമുക്കൊരു ടെൻഷൻ അറിയണ്ട. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് വീടൊക്കെ എടുത്തുക്കുമ്പോഴല്ലേ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയേണ്ടത്. ഇപ്പോഴാണെങ്കിൽ നേരത്തെ എണീക്കണം, ചോറുണ്ടാക്കണം, ചായ ഉണ്ടാക്കണം, അങ്ങനെ എല്ലാം കൂടെ ഒരു ഓട്ടപ്പാച്ചിൽ. പിന്നെന്താ, ലൈഫിൽ ഇതൊക്കെ നമ്മൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ ഞാനിത് പൊരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണൂർക്കാരി ഫ്രണ്ട് വന്നിട്ട് പറയാണ്, ഓളെ നാട്ടിൽ ഇങ്ങനത്തെ ഉരുളക്കിഴങ്ങ് ഫ്രൈകളൊന്നുമില്ല, അവളിതൊന്നും കോളേജിലും സ്കൂളിലൊന്നും കൊണ്ടുപോയിട്ടില്ല എന്ന്. അങ്ങനെ ഓളൊക്കെ അതൊക്കെ കേട്ടിരിക്കണ ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ചെറുതായിട്ട് കരിഞ്ഞു പോയത്. ചെറുതായിട്ടൊന്നുമല്ല, അത്യാവശ്യം നല്ല പോലെ ഉരുളക്കിഴങ്ങ് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താ, ഒന്നും ചെയ്യാനില്ല. ആകെ ഉണ്ടായിരുന്ന 2 ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് ഇന്ന് രാവിലത്തെ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. ഇനിയിപ്പോൾ ഇത് കോളേജിൽ കൊണ്ടുപോകാൻ മാത്രം. അങ്ങനെ ചോറ്റുപാത്രം എടുത്ത് ഞാൻ നല്ലപോലെ ചോറാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കരിഞ്ഞ ഉരുളക്കിഴങ്ങ് ഫ്രൈ അതിലേക്കാക്കി കൊടുക്കുന്നുണ്ട്. കരിഞ്ഞു പോയെങ്കിലും ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് നമ്മുടെ ലഞ്ച് ബോക്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോളി. അപ്പോൾ ഓക്കെ, ബായ്.